ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ളൊരു ദിവസമാകട്ടെ. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടന്നു കിട്ടട്ടെ എന്ന് ടീച്ചർമ്മ എല്ലാവരെയും ബ്ലസ് ചെയ്യാണ് കേട്ടോ. രാവിലെ വെള്ള ചുരിദാറൊക്കെ ഇട്ട് മാലാഖയെ പോലെ ടീച്ചറമ്മ വന്നിരിക്കുന്ന കണ്ടോ. 2 ചിറകിൻ്റെ കുറവേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പോൾ 50 ദിവസമായി നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്ന് ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിന്റെ ഡേ 50 ആണ്. 50 ദിവസം ആലോചിച്ചൊക്കെ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെ തോന്നുന്നു. എന്തായാലും ഒരു ദിവസം പോലും മുടക്കമില്ലാതെ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ച പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ 50 ദിവസം വീഡിയോ എടുക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ തന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾ ഓരോ ദിവസം ഇടുന്ന ആ കമൻറ്റുകൾ, നിങ്ങൾ തരുന്ന സ്നേഹം, നിങ്ങൾ തരുന്ന വ്യൂസ്, അതൊക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാവുന്നത് മക്കളെ. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ചങ്ക് പറിച്ചെടുത്ത് കയ്യിലോട്ട് തരികയാണ് ടീച്ചറമ്മ. ലവ് യു. നിങ്ങൾ ആ സപ്പോർട്ട് തരുന്നത് കൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത്. അതുപോലെ എനിക്ക് വീഡിയോ എടുത്തു തരുന്ന കണ്ണമ്മോന് ഞാൻ നന്ദി പറയുന്നു, യൂട്യൂബിന് നന്ദി പറയുന്നു, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ ടീമിന്, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും, ഈ നിമിഷം വരെ എന്നെ സഹായിച്ചിട്ടുള്ള സർവ്വചരാചരങ്ങൾക്കും നന്ദി നന്ദി നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, നമുക്ക് നന്ദി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വളർച്ചയുണ്ടാവുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുന്നുണ്ടോ എൻ്റെ മക്കള്? എല്ലാ ദിവസവും നന്ദി പറയുന്നുണ്ടോ? ഒന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നാലും പറയും ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല, ദൈവം എനിക്കൊന്നും തന്നിട്ടില്ല അല്ലേ? ദൈവത്തിന് ആരോടും പാർഷ്യാലിറ്റി ഒന്നും കൂടുതലില്ല കേട്ടോ. ടീച്ചറമ്മയ്ക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം, വേറൊരാൾക്ക് കുറച്ച് കൊടുക്കണം, അങ്ങനെ ആരോടും പാർഷ്യാലിറ്റി ഒന്നുമില്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. മക്കളെ, സിൽവർ ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഈ മാസം ഇനി പറ്റില്ല, കാര്യം എല്ലാ ദിവസത്തെയും വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയി. ഇനി ഈ മാസം ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മേ ബി 2-ാം തീയതി ആയിരിക്കും, ഡേറ്റ് ഡിസൈഡ് ചെയ്തിട്ടില്ല. ക്ലാസ് ഉണ്ടാവുക, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. സിൽവർ ക്ലാസ്സിൻ്റെയും ഗോൾഡ് ക്ലാസ്സിൻ്റെയും പുതിയ ബാച്ച് 2-ാം തീയതി ആയിരിക്കും. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ മാസം ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു 9567274997 എന്ന നമ്പറിൽ ഇപ്പോഴേ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ തന്നെ ഉറപ്പാക്കുക. കാര്യം രാവിലെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും ലൈഫിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ആയിട്ടുള്ള സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തോരം മാറ്റം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞ മക്കളെ, നിങ്ങൾ വേറൊരാളാകാൻ ശ്രമിക്കരുത്. പലരും എന്താ ചെയ്യുന്നറിയോ? സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് എനിക്ക് കാർത്തിക് സൂര്യയെ പോലെ ആകണം, എനിക്ക് അഹാന കൃഷ്ണയെ പോലെ ആകണം, അല്ലെങ്കിൽ എനിക്ക് സുജിത് ഭക്തനെ പോലെ ആകണം, അല്ലെങ്കിൽ ഇന്നാരെ പോലെ ആകണം. മറ്റൊരു വ്യക്തിയാകാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ സ്റ്റൈല് കോപ്പി പേസ്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ രീതികൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ വേറൊരാളാകാൻ ശ്രമിക്കരുത്. ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് എനിക്കൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനൽ 8 നിലയിൽ പൊട്ടിപ്പോയ ചാനലാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ പലരെയും കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് സക്സസ് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളും സ്കില്ലുകളും ഉണ്ട്. പലരും എന്താ ചെയ്യുന്നറിയോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് ചാനൽ കാണുമ്പോൾ, ഷമീസ് കിച്ചൻ്റെ കുക്കിംഗ് ചാനൽ കാണുമ്പോൾ ഷമിയെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. ഹായ്, അതിനകത്ത് ഷമിയുടെ ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ടല്ലോ, ഹലോ എവരി വൺ അല്ലേ, അങ്ങനെ എന്തോ ഒരു പ്രത്യേക സ്റ്റൈലിൽ പുള്ളിക്കാരി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആ സ്റ്റൈല് കോപ്പി ചെയ്ത് അതുപോലെ വീഡിയോ ചെയ്ത് നമ്മൾ വേറൊരാളുടെ സ്റ്റൈല് കോപ്പി ചെയ്യില്ലേ. എന്നാണെന്നറിയാമോ? ഇപ്പം ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇതാണ്, എനിക്കിതാകാനേ പറ്റും. നിങ്ങൾ എന്നെ പുതിയ ഭാഷയിൽ ടീച്ചർ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതാണ്, എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ പച്ചയായ ജീവിതമാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെയും ക്ലാസ്സിലൂടെയും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളായിരിക്കുമ്പോൾ എന്താണ്, നമ്മൾ ജെന്യുവിന്, നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടും. നമ്മൾ വേറൊരാളാകാൻ ശ്രമിക്കുമ്പം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ അനുകരിച്ചായിരിക്കും ചെയ്യുന്നത്. അനുകരണ കല നമ്മളത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് അത്രയും സക്സസ് തരത്തില്ല. അതുകൊണ്ട് വേറെ ആരെയും നോക്കാതെ നമ്മളായിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ 10 കഴിവുകൾ എഴുതുക. നിങ്ങൾ ആരെയെങ്കിലും കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? എഴുതുക. മനുഷ്യരല്ലേ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, ആ കോപ്പി നിർത്തിയിട്ട് എനിക്ക് ആരാകണം, വേറൊരാളെപ്പോലെ ആകണം എന്നല്ല. അതായത് നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാകാതെ തെറ്റാണെന്നല്ല ടീച്ചർമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം.
വേറൊരാൾ ചെയ്യുന്ന അതേ രീതികൾ കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുക, വേറൊരാളെ പോലെ സംസാരിക്കുക. അങ്ങനെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ വേറൊരാളാകാൻ ഒരിക്കലും ശ്രമിക്കുക, നമുക്ക് സക്സസ് കിട്ടത്തില്ല. ഞാൻ വേറൊരാളായിട്ട് ഇതുപോലെ പലരുടെയും സംസാര രീതി, പലരുടെയും രീതികളൊക്കെ കോപ്പി ചെയ്തിട്ടാണ് മുമ്പ് ഒരു ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ പറഞ്ഞില്ല, 8 നിലയിൽ പൊട്ടിപ്പോയി. പക്ഷേ ഇപ്പം ഞാനായിട്ട് നിന്നപ്പോഴാണ് എനിക്ക് വിജയം ഉണ്ടായത്. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകളല്ലേ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ, ഇപ്പോൾ ഒരു സിംഹം ഒരിക്കലും കഴുകനെ പോലെ ആകാൻ ശ്രമിക്കുന്നില്ല, കഴുകൻ ഒരിക്കലും ഒരു സിംഹത്തെ പോലെ ആകാനും ശ്രമിക്കുന്നില്ല. രണ്ടുപേരും അവരവരുടെ ഫീൽഡിൽ ബെസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഒറിജിനൽസിലെ വീണ നല്ല ബെസ്റ്റ് ഇൻ്റർവ്യൂവർ ആണ്. വീണയെ കണ്ടിട്ട് ഞാൻ വിചാരിക്കണം, ഓ എൻ്റെ സ്കില്ല് അതിനകത്താണ്, ഞാൻ വീണയെ കോപ്പി പേസ്റ്റ് ചെയ്ത് അതുപോലെ ധ്യാന ശ്രീനിവാസൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുത്താൽ വിജയിക്കുമോ? ഇല്ല, 8 നിലയിൽ പൊട്ടിപ്പോകും. നേരെ മറിച്ച് വീണയ്ക്കും എൻ്റെ ഈ ഏരിയയിലുള്ള സ്കില്ല് കുറവായിരിക്കും അല്ലേ. അപ്പം ഇതുപോലെ ഒരാൾക്ക് അവരുടെ ആ ഫീൽഡിൽ അവർ പുലിയായിരിക്കും, നമ്മുടെ ഫീൽഡിൽ നമ്മൾ പുലിയായിരിക്കും. അതുപോലെ അപ്പോൾ ആക്ടിങ് രംഗത്തുള്ളവർ, ഇപ്പോൾ നമ്മുടെ സഞ്ജു ലക്ഷ്മിയുടെ വീഡിയോ കണ്ട് ലക്ഷ്മി പോലെ ഞാൻ ആക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ദൈവം ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറൊരാൾ ആകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് കിട്ടാതെ പോകുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ മക്കളെ. ടീച്ചർ ഒരു കഥ പറഞ്ഞുതരാം. ഒരു ചിത്രകാരന്, ഒരു ആർട്ടിസ്റ്റിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ മൂത്തവൻ നല്ല ഭംഗിയായിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെ കൂട്ട് നന്നായിട്ട് വരയ്ക്കും. രണ്ടാമത്തവൻ ശില്പി, അവൻ മരത്തിനകത്ത് നല്ല ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിൽ എക്സ്പേർട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു, മൂത്ത മകൻ്റെ ചിത്രരചനാ പ്രദർശനം സംഘടിപ്പിച്ചു. ഒരുപാട് ആൾക്കാർ വന്നു. അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആ ചിത്രരചനാ പ്രദർശനം ഭയങ്കര സക്സസ് ആയി. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് മൂത്ത മകനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് കണ്ട ഇളയ മകൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നു. ഷോ, എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല, എല്ലാവരും മൂത്തവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, എനിക്കും അവനെ പോലെ ആകണം. ഇവൻ എന്ത് ചെയ്തു? ഇവൻ്റെ ഈ ശില്പകല അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട്, അവൻ്റെ ടൂൾസ് എല്ലാം മാറ്റി വെച്ചിട്ട് എനിക്കും ചിത്രകാരനാകണം. ഇവൻ എന്ത് ചെയ്തു? ചിത്രം വരയ്ക്കാൻ തുടങ്ങി, വരച്ചു തുടങ്ങി. അട്ടർ ഫ്ലോപ്പ്, ശരിയാവുന്നില്ല, എങ്ങനെയൊക്കെ ചെയ്തിട്ട് ശരിയാവുന്നില്ല, അവന് അതിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. അവനൊരു ദിവസം ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരുന്നപ്പോൾ നമ്മുടെ ചിത്രകാരനായ അച്ഛൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബാ. അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം ഒരു മാവ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, നോക്ക്, ഇത് മാവാണ്, അതിനിപ്പുറത്ത് നിൽക്കുന്ന തെങ്ങ് നീ കണ്ടോ? ഈ മാവിന് തെങ്ങാകാൻ പറ്റുമോ? അതുപോലെ തിരിച്ച് തെങ്ങിന് മാവാകാൻ പറ്റുമോ? പറ്റില്ല. മാവിനകത്ത് തേങ്ങ പിടിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? തെങ്ങിനകത്ത് മാങ്ങ പിടിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? നടക്കില്ല. രണ്ടും മരങ്ങളാണ്, രണ്ടിനും രണ്ടിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളായിരിക്കാൻ ശ്രമിക്കുക. ബി യുവർ സെൽഫ്. നമ്മൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ആരെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, വേറൊരാളെ പോലെ ആകാൻ ശ്രമിക്കാതെ നമുക്കതിന് ടാലൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. പലരും അവർക്ക് ചിലപ്പോൾ അതിലൊന്നും കഴിവ് കാണത്തില്ല. യൂട്യൂബിൽ ഓരോരുത്തർ സക്സസ്ഫുൾ ആകുന്നത് കാണുമ്പോഴത്തേക്ക് അയ്യോ എനിക്കും അതുപോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വേറൊരാളെ കോപ്പി അടിച്ചിട്ട് അതുപോലെയൊക്കെ ചെയ്തു വയ്ക്കും. പക്ഷേ അവരാഗ്രഹിക്കുന്ന പോലെ റിസൾട്ട് കിട്ടില്ല. നമുക്ക് എന്താണ്, നമുക്ക് അതിനകത്തൊരു പാഷൻ ഉണ്ടോ, നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ, നമുക്ക് അതിനകത്ത് സ്കിൽ ഉണ്ടോ? ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം ഈ കാര്യത്തിലേക്ക് എത്തിയെന്നറിയാവും. ഞാൻ ബേക്കിംഗ് പഠിച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സ്കില്ലുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒന്നിലും എനിക്ക് ശോഭിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ലൈഫ് പർപ്പസ് ഇതിലായിരുന്നു. നമ്മൾ ഗോൾഡ് ക്ലാസ്സിൽ ലൈഫ് പർപ്പസ് ഐഡന്റിഫിക്കേഷൻ ടീച്ചർ പഠിപ്പിക്കുന്നില്ലേ, അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പറയാറുണ്ട് ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫ് പർപ്പസ് വെളിവായത് എന്നുള്ളത്. അതുപോലെ മക്കളെ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു നിയോഗം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ജീവിത നിയോഗം കണ്ടെത്തി അതിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സൂപ്പർ സക്സസ്ഫുൾ ആകാൻ കഴിയുന്നത്. വേറൊരാൾക്ക് അത് അവരുടെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ അവർക്കതിൽ ശോഭിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജീവിത നിയോഗം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വേറൊരാളെ പോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു തന്ന ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ബി യുവർ സെൽഫ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാ കഴിവുകളുണ്ട്. കഴിവില്ലാത്ത ഒരു മനുഷ്യരും, എല്ലാവർക്കും കഴിവുകളുണ്ട്. അപ്പം നിങ്ങളുടെ കഴിവ് എന്താണോ അതിനകത്ത് ശോഭിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ തന്ന ആക്ടിവിറ്റി കൃത്യമായിട്ട് എഴുതിയിട്ട് ആക്ടിവിറ്റി ഡൺ എന്ന് ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളിടുന്ന നല്ല നല്ല കമൻസിന് ഒരുപാട് നന്ദി. ഞാൻ കമൻസ് വായിക്കാറുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പേഴ്സണലായിട്ടും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റുന്നത്. അവർ ചിലപ്പോൾ നമ്മളോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ആ മാറ്റം വരുമ്പോൾ അതിൻ്റെ പുണ്യം നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേടേണ്ടത് പുണ്യമാണ്.
ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹമാണ്. എല്ലാവരും രക്ഷപ്പെടണം എന്നൊരു നല്ല ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത് കേട്ടോ. അപ്പൊ എൻ്റെ മക്കള് സന്തോഷമായിരിക്കുക. ഈശ്വരം എല്ലാവരുടെയും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നാളത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.